രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തപ്പോഴും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയപ്പോഴും ഉണ്ടായതിനേക്കാൾ വലിയ വേദന ഒരു പെണ്ണിനോട്, പ്രത്യേകിച്ച് ഒരു ഇരയോട് കാണിക്കേണ്ട ദയ പോലും സൈബർ കൂട്ടങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയവരെല്ലാം ആ യുവതിയെ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടി. എന്നാൽ യുവതിയെ സൈബറിടത്തിൽ അധിക്ഷേപിച്ച ഓരോരുത്തരും കരുതിയിരിക്കുന്നത് നല്ലതാണ്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കൂടുതൽ പേർക്കെതിരെ പോലീസിന്റെ നടപടി ഉണ്ടാകും. കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തു. മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൻ ഒന്നാം പ്രതിയായ കേസിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രണ്ടാം പ്രതിയും സന്ദീപ് വാര്യർ നാലാം പ്രതിയും രാഹുൽ ഈശ്വർ അഞ്ചാം പ്രതിയുമാണ്. യുവതി നൽകിയ പരാതികളിൽ ഓരോ ജില്ലകളിലും കേസെടുക്കാനാണ് നിർദ്ദേശം. പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കടുത്ത നടപടി സ്വീകരിക്കാൻ ADGP എച്ച് വെങ്കിടേഷ് നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരം. അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്വന്തം യൂട്യൂബ് ചാനലിലും ചാനൽ ചർച്ചകളിലും യുവതിയെ അപമാനിക്കുന്ന തരത്തിൽ പലതരം പരാമർശങ്ങൾ രാഹുൽ നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ സഹിതമാണ് യുവതി പരാതി നൽകിയിരുന്നത്. പെൺകുട്ടി നൽകിയ തെളിവുകളും വിശദമായി പരിശോധിച്ചതിനു ശേഷം പരാതിയിൽ കഴമ്പുണ്ടെന്ന ബോധ്യത്തിലാണ് രാഹുലിനെതിരായ നടപടി. രാഹുലിന്റെ ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവയും പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നൊരു 4:30 കൂടി വീട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് കൂടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനും കൂടെ ഇറങ്ങി. അവര് നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് വരാം എന്ന് പറഞ്ഞു. കൂടെ ഒരു പോലീസ് ഓഫീസറും കയറി. അപ്പൊ തൈക്കാടുള്ള ട്രിവാൻഡ്രം സിറ്റി സൈബർ പോലീസ് ഓഫീസിൽ അവിടെ കൊണ്ടുപോകുന്നതെന്നാ പറഞ്ഞ. പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന മധ്യയാണ് പറഞ്ഞത് അവിടെ വേണ്ട, AR ക്യാമ്പിലേക്ക് പോകണം. അങ്ങനെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അടിസ്ഥാനമില്ല. കാരണം FIR കാണിച്ചതിനകത്ത് അവർ പറയുന്നത് പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നുള്ളതാണ്. അത് നിയമത്തിന് അഗൻസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തു. സന്ദീപ് വാര്യർ നാലാം പ്രതിയാണ്. കേസിൽ രഞ്ജിത പുളിക്കൻ ഒന്നാം പ്രതിയും അഡ്വക്കേറ്റ് ദീപ ജോസഫ് രണ്ടാം പ്രതിയും രാഹുൽ ഈശ്വർ അഞ്ചാം പ്രതിയുമാണ്. പരാതി നൽകിയതിനു ശേഷം യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ വ്യാപകമായ രീതിയിൽ സൈബർ അധിക്ഷേപം ഉണ്ടായിരുന്നു. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയിൽ ഓരോ ജില്ലകളിലും കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ അതിജീവിതയ്ക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ രാഹുലും UDF ഹാൻഡിലുകളിലും നടത്തിയിരുന്നു. രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ ഉണ്ടായ അന്നു മുതൽ നടി റിനിക്കെതിരെയും വ്യാപക സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.